പക്ഷെ നിങ്ങൾ ഭരിക്കുമ്പോൾ ഈ പറയുന്ന സംവിധാനവും നേരത്തെ ഇപ്പോൾ നോക്കൂ LDF സർക്കാരിന്റെ കാലത്ത് സിസ്റ്റത്തെയാണ് നിങ്ങൾ എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഭരിക്കുന്ന കാലത്തും ഈ സിസ്റ്റം RSSന്റെയും BJPയുടെയും രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും അജണ്ടകൾക്കും അനുസരിച്ച് ചലിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞത്. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് പിന്നെ ഈ പറയുന്നത് പോലെ 2 മാസമല്ലേ ആയുള്ളൂ 3 മാസം അല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരിക്കണം. അങ്ങനെ ചലിക്കാൻ അനുവദിക്കില്ല. നടന്നല്ലോ അവരുടെ ആവശ്യം നടന്നുവല്ലോ. പക്ഷെ ആവശ്യം നടന്നുവല്ലോ. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിൽക്കണം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർക്ക് അയോഗ്യത ഉണ്ടാകരുത്. അവധി അപേക്ഷ അംഗീകരിച്ച് നൽകണം. അതിനൊരു ബലിയാണ് എന്ന നിലയ്ക്ക് ഒരു പക്ഷേ ഈ പറയുന്ന ഉദ്യോഗസ്ഥ അങ്ങനെ ആയിട്ടുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലല്ല നിങ്ങൾ നിങ്ങളൊക്കെ സൂക്കേട് നമുക്കറിയാം. കുറച്ചായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം. ഞങ്ങൾ എടുത്ത നിലപാടുണ്ട്. നിങ്ങൾ വെറുതെ കുറച്ച് റിപ്പോർട്ടർ ചാനൽ കയറി വല്ലാതെ കുറച്ചായി നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. UDF സർക്കാരിനെ ആകെ സംഘവൽക്കരിക്കാൻ കൈരളിയുടെ പണികൾ കുറെ കാലമായി വന്നിട്ട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് മാത്രമേ അജണ്ട വെച്ചിട്ട് UDF സർക്കാരിനെ സംഘവൽക്കരിക്കാനുള്ള നിലപാട് അതൊക്കെ റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞാൽ മതി. അധികം വർത്താനം പറയണ്ട. ഒരു 3 ഏത്തപ്പഴെടുത്തവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. വർത്താനം പറയുക എന്നതിന് അളവുണ്ടാക്കാൻ ഇവിടെ ഒരു കോൺഗ്രസ് വർത്താനം പറയുക എന്നതിന് അളവുണ്ടാക്കാൻ ഞങ്ങൾ എടുത്തൊരു നിലപാടിനെ ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോയി. ഞങ്ങൾ അത്തരം തെറ്റ് കാണിച്ചു നടപടിയെടുത്തു. സംസ്കാരവും രാഷ്ട്രീയവുമെങ്കിൽ നിങ്ങൾ അത് വെച്ചു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? കേൾക്കട്ടെ. അതെ ഞാൻ എന്റെ ഒരു സുഖക്കേടും പറയാൻ അങ്ങയുടെ പാർട്ടിയുടെ അടുത്തേക്ക് വന്നിട്ടില്ല. പിന്നെ എന്റെ സുഖക്കേട് എന്താണെന്ന് അങ്ങേക്ക് എങ്ങനെയാണ് അറിയുക? ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. നിങ്ങൾക്ക് UDF സർക്കാരിനെ LDFന്റെ ഒരു ജിഫയായി വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാത്തിനും വന്ന് കുറ്റം പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ശരി, അത് ഞാനൊരു കാര്യം പറയാം. ഇത് നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതാണ് വിഷയം എന്ന് കൃത്യമായി കോൺഗ്രസിനെ അറിയിച്ചിട്ടാണ് ഈ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഒരു നിമിഷം, നമ്മളൊക്കെ ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെക്കാനുണ്ട്. ഒരുപാട് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കോൺഗ്രസ് അനുകൂല ഒരു നിമിഷം ഞാനൊരു CPM അനുകൂല മാധ്യമ പ്രവർത്തകയാണ് എന്ന ധാരണ ആദ്യത്തെ സെന്റൻസ് മുതൽ വെച്ച് പുലർത്താൻ കഴിയുന്ന എന്ത് ഇത്രയും അങ്ങ് പറഞ്ഞല്ലോ, ഇത്രയും കാലം ചർച്ചയുണ്ടത് വിഷയാധിഷ്ഠിതമല്ലാതെ CPM അനുകൂലമായ കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാടെടുത്തുള്ള ഒരു ചർച്ച അങ്ങ് പറയൂ. ചങ്കൂറ്റം വേണം കേട്ടാ. പറയൂ, ഞാൻ ഏത് പാർട്ടിക്കാരാണോ, എന്റെ ഏത് രാഷ്ട്രീയമാണെന്നോ അങ്ങേക്ക് അങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും? അങ്ങേക്ക് പറയാൻ പറ്റും? ഒരു മര്യാദയ്ക്ക് സർക്കാരിന്റെ നിലപാടിന് കടകവിരുദ്ധമായി നിലപാട് സ്വീകരിച്ചുള്ള ഒരു ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. പക്ഷേ ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല നിലപാട് മുഴുവൻ സ്വീകരിച്ചിട്ട് പോലും അയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ CPMന്റെ പ്രതിനിധിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഞാനത് ചോദിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് അങ്ങനെ CPM അനുകൂല അജണ്ട ഉണ്ടോ എന്ന് എനിക്ക് വിലയിരുത്താൻ കഴിയുക. ഞാൻ അങ്ങനെ ചോദിച്ചാൽ മാത്രമാണ് എനിക്ക് അങ്ങനെ CPM അനുകൂല അജണ്ട ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുക. ഞാൻ അങ്ങയോട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു നിമിഷം അല്ലല്ല അങ്ങ് എന്നോട് പറഞ്ഞത്. അപ്പോ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നാണ് കോൺഗ്രസിനോട് ചോദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. അതിനങ്ങ് ഞാൻ ചാപ്പകുത്തുന്നു, എന്റെ സൂക്കേട് എന്താണെന്ന് അറിയാം എന്നൊക്കെയുള്ള തരത്തിൽ എനിക്ക് അങ്ങയോട് അങ്ങനെ ഒരു പരിതാപാവസ്ഥ ഉണ്ടല്ലോ. മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാൻ വാക്കുകളില്ലാത്ത, മാന്യമായ വാക്കുകൾ നാവിലില്ലാത്തതിന്റെ പരിതാപാവസ്ഥയെക്കുറിച്ച് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ശ്രീ റിജൻ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഈ ഭാഷയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതില്ല കേട്ടോ. ഈ ഭാഷയിൽ ചർച്ച ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ അമ്മാതിരി വർത്താനം പറയണ്ട. ഞാൻ ഈ ചർച്ച പൊതുസമൂഹത്തിൽ വെക്കാൻ തയ്യാറാണ്. അമാന്യമായ ഒരു വാക്ക് ഞാൻ ഈ ചർച്ചയിൽ ഉപയോഗിച്ചിട്ടില്ല. ചോദ്യമായി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഈ ചർച്ച ഞാൻ പൊതുസമൂഹത്തിലൊക്കെ അമാന്യമായ ഒരു വാക്ക്, രാഷ്ട്രീയ ബുദ്ധിയോടെ, രാഷ്ട്രീയ വൈരുദ്ധ്യത്തോടെ ഒരു വാക്ക്, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക തുടങ്ങിയ ചോദ്യങ്ങളല്ലാതെ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ടാർഗറ്റ് ചെയ്യുന്ന ഒരൊറ്റ വാക്ക് ഞാൻ ഒരു കാലത്തും ഒരു ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടില്ല. ആശയവിനിമയം ചെയ്യാൻ മാന്യമായ വാക്കുകൾ നാവിലില്ല എങ്കിൽ അത് എന്റെ പരിമിതിയില്ല. അങ്ങയുടെ രാഷ്ട്രീയ ബുദ്ധിയെ വളർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ പരിമിതിയാണത്.